Hello students, welcome to Financial Market class 11ാമത്തെയാണ് എടുക്കുന്നത്. ഇതേവരെയുള്ള ക്ലാസ്സൊക്കെ കണ്ടു, നോട്ടൊക്കെ കൃത്യമായിട്ട് എഴുതി എന്ന് വിചാരിക്കുന്നു. ഡൗട്ട് ഉണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യാൻ മറക്കണ്ട, ഞാൻ പലതിൽ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഫിനാൻഷ്യൽ മാർക്കറ്റിന്റെ റോള് പറഞ്ഞു, അതിന്റെ ഫങ്ഷൻസ് പറഞ്ഞു, അതിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്ലാസിഫിക്കേഷൻസ് പറഞ്ഞു. ഇനി ഇപ്പൊ നമ്മൾ പറയാൻ പോണത് വീക്ക്നെസ് ഓർ ഡിഫക്ട്സ് ഓഫ് ദ ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റം ആസ് കമ്പയർഡ് ടു ദ ഫിനാൻഷ്യൽ മാർക്കറ്റ് ഓർ ഫിനാൻഷ്യൽ സിസ്റ്റംസ് ഓഫ് ദ ഡെവലപ്ഡ് കൺട്രീസ്. ദ ഫിനാൻഷ്യൽ മാർക്കറ്റ് ഇൻ ഇന്ത്യ ഈസ് ഫേസിംഗ് വിത്ത് സോ മെനി ഡിഫക്ട് ഓർ സോ മെനി ഡ്രോബാക്സ്. വികസിത രാജ്യങ്ങളില് ഫിനാൻഷ്യൽ സിസ്റ്റമായിട്ട് ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റത്തിനെ കമ്പയർ ചെയ്യുമ്പോൾ ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റത്തിൽ കാണുന്ന മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡിഫക്റ്റ് അല്ലെങ്കിൽ ന്യൂനതകളാണ് ഇനിയിപ്പോ നമ്മൾ പറയാൻ പോണത്. 1950s ശേഷമാണ് ഇന്ത്യയിലെ ഫിനാൻഷ്യൽ സിസ്റ്റം എന്ന് പറയുന്നത് ഇപ്പൊ കാണുന്ന രീതിയിൽ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ഡെവലപ്പ് ചെയ്തു എന്ന് പറഞ്ഞാലും അതിന് ഇനിയും ഡെവലപ്പ് ചെയ്യേണ്ടതായിട്ടിരിക്കുന്ന ഒരുപാട് സെഗ്മെന്റ്സ് ഉണ്ട്, അല്ലെങ്കിൽ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്. ആ ആക്ടിവിറ്റീസ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. ഫസ്റ്റ് വൺ ഈസ് ലാക്ക് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ്. ലാക്ക് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ്. ഗ്ലോബലൈസേഷനും ലിബറലൈസേഷനും ഒക്കെ വന്നതിന് ശേഷം ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റത്തിന്റെ ഫിനാൻഷ്യൽ മാർക്കറ്റിലുള്ള ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് കമ്പാരറ്റീവ്ലി വർദ്ധിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും പ്രൈവറ്റ് സെക്ടർ എന്ന് പറയുന്നത് വേറെ, പബ്ലിക് സെക്ടർ എന്ന് പറയുന്നത് വേറെ എന്ന് പറയുന്ന രണ്ട് ഡിഫറെന്റ് ആയിട്ടുള്ള സിസ്റ്റംസ് ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റം ഫേസ് ചെയ്യുന്നത് കൊണ്ട് ദർ ഈസ് നോ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റ്മെന്റ് ഇൻ ദി ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റം. പ്രൈവറ്റ് ഇൻവെസ്റ്റേഴ്സ് അവരുടെ ഫീൽഡിലും പബ്ലിക് ഇൻവെസ്റ്റേഴ്സ് അവരുടെ ഫീൽഡിലും മാത്രം പണം നിക്ഷേപിക്കാനായിട്ട് തയ്യാറാകുന്നത് കൊണ്ട് ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റത്തിന് കോമൺ ആയിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ കഴിയുന്ന വിധത്തില് ഫണ്ടിനെ ചാനലൈസ് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റം ഫേസ് ചെയ്യുന്ന മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഡിഫക്റ്റ് എന്ന് പറയുന്നത്. പക്ഷെ പ്രൈവറ്റ് സെക്ടർ വന്നതോട് കൂടിയിട്ടാണ് ഫണ്ട് കണ്ടമാനം ഫിനാൻഷ്യൽ മാർക്കറ്റിലേക്ക് വരാനായിട്ട് തുടങ്ങിയത്. അതേപോലെ തന്നെ പെൻഷൻ ഫണ്ട് എന്ന് പറയുന്ന ഒരു സ്കീം ലേറ്റസ്റ്റ് ആയിട്ട് പ്രൈവറ്റ് ബിസിനസ്സുകാർ കണ്ടമാനം വന്നതോടുകൂടി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് ഫിനാൻഷ്യൽ സിസ്റ്റത്തിന്റെ അഡ്വാൻസ്മെന്റിന് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സിസ്റ്റത്തിന്റെ ഡെവലപ്മെന്റിന് വളരെ കൂടുതൽ സഹായിച്ചിട്ടുണ്ട്. പക്ഷെ ഉദ്ദേശിക്കുന്ന രൂപത്തിൽ ഈ പെൻഷൻ ഫണ്ട് ഒന്നും ഡെവലപ്പ് ചെയ്ത് വന്നിട്ടില്ലാത്തത് കൊണ്ട് ഫണ്ടിന്റെ ഷോർട്ടേജ് എന്ന് പറയുന്നത് നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റത്തിന്റെ ഒന്നാമത്തെ ഡിഫക്റ്റ്. ലാക്ക് ഓഫ് institutional investors. Then next is lack of coordination between different institutions. Lack of coordination between the different institutions or institutional intermediaries existing in the market. നമ്മൾ കഴിഞ്ഞ ദിവസം പല വിധത്തിലുള്ള ഫിനാൻഷ്യൽ ഇന്റർമീഡിയറീസിനെ പറഞ്ഞു. മോസ്റ്റ് ഇമ്പോർട്ടന്റ് വൺ ഈസ് ബാങ്ക്. And bank can be classified into different forms like public sector banks, private sector banks, regional rural banks, cooperative banks, foreign exchange banks, etc. ഇതില് ഓരോ സെക്ടർ എന്ന് പറയുന്നതും ഇറ്റ് ഈസ് കോമ്പീറ്റിംഗ് വിത്ത് ദ അതർ സെക്ടർ. പബ്ലിക് സെക്ടറും പ്രൈവറ്റ് സെക്ടറും തമ്മിൽ കോമ്പറ്റീഷനാണ്. പ്രൈവറ്റ് സെക്ടറും റീജിയണൽ റൂറൽ ബാങ്കുകളും തമ്മിൽ കോമ്പറ്റീഷനുണ്ട്. ഫോറിൻ ബാങ്ക്സ് കോഓപ്പറേറ്റീവ് ബാങ്ക്സും തമ്മിൽ കോമ്പറ്റീഷനുണ്ട്. അപ്പൊ അങ്ങനെ പരസ്പരം കോമ്പീറ്റ് ചെയ്തുകൊണ്ട് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതല്ലാതെ ദർ ഈസ് നോ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫ്രെയിംഡ് ബൈ ദ ഗവൺമെന്റ് ടു കോർഡിനേറ്റ് ദ ആക്ടിവിറ്റീസ് ഓഫ് ഓൾ ദീസ് ഓർഗനൈസേഷൻസ് ഇൻ ദി ഫിനാൻഷ്യൽ മാർക്കറ്റ്. ഇന്റർമീഡിയറീസ് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യുന്ന കമ്മീഷൻ ഏജന്റ്സ്, ബാങ്കേഴ്സ്, ബ്രോക്കേഴ്സ്,
എന്നൊക്കെ പറയുന്ന ഒരുപാട് ഇന്റർമീഡിയറീസ് പരസ്പരം കോമ്പീറ്റ് ചെയ്യുക എന്നുള്ളതല്ലാതെ ഇവരെ എല്ലാവരെയും കൂടി കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് ഇൻവെസ്റ്റ്മെന്റ് ഫിനാൻഷ്യൽ മാർക്കറ്റിലേക്ക് എത്തിക്കാനുള്ള യാതൊരു വിധത്തിലുള്ള സംവിധാനങ്ങളും ഇപ്പോഴത്തെ ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റത്തിൽ ഇല്ല എന്നുള്ളതാണ് അതിന്റെ മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡിഫക്റ്റ്. ഇനി മൂന്നാമത്തെ ഡിഫക്റ്റ് എന്ന് പറയുന്നത് lack of the emergence of financial corporations. Financial corporations എന്ന് പറഞ്ഞാൽ an institution constituted specifically by passing a specified act by the government for the purpose of collecting and investing fund for the development of the financial system. Industrial Development Bank of India, Agricultural Development Bank of India, Industrial Credit and Investment Corporation of India തുടങ്ങിയിട്ട് കുറേയേറെ ഓർഗനൈസേഷൻസ് ഗവൺമെന്റ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട്. All these organizations are specifically constituted for the purpose of the collection of fund and disbursing of the fund for different activities. ഇൻഡസ്ട്രിയൽ സെക്ടറിലും അതേപോലെ തന്നെ അഗ്രികൾച്ചറൽ സെക്ടറിലും ഒക്കെ ആവശ്യം വരുന്ന ഫണ്ട് ജനറേറ്റ് ചെയ്യുന്നതിനും അത് ഇൻവെസ്റ്റ് ചെയ്യുന്നതിനും വേണ്ടി തന്നെയാണ് ഈ പറയുന്ന ഓർഗനൈസേഷൻസിനെ ഒക്കെ ചില പ്രത്യേക നിയമങ്ങൾ പ്രകാരം ഗവൺമെന്റ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ളത്. പക്ഷെ പ്രശ്നം എന്താന്ന് പറഞ്ഞാല് all these organizations are competing with each other and that is why there is no result as expected by the central government as well as the state government. ഓരോ ഓർഗനൈസേഷൻസ് വരുമ്പോഴും ആ ഓർഗനൈസേഷൻസ് ഒന്നിൽ നിന്ന് പൂർണ്ണമായിട്ട് ഡിഫറെന്റ് ആയിട്ടാണ് വേറൊന്നിനെ അവതരിപ്പിക്കുന്നത്. അപ്പൊ ഒരു ഓർഗനൈസേഷന്റെ അൾട്ടിമേറ്റ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് അതേവരെ നിലനിൽക്കുന്ന ഓർഗനൈസേഷൻസുമായിട്ട് മത്സരിക്കുക, അവരെക്കാൾ നല്ല രീതിയിൽ പ്രവർത്തിക്കുക എന്നുള്ളതാണ്. അതല്ലാതെ ഈ എല്ലാ ഓർഗനൈസേഷൻസിന്റെയും കൂടി വർക്ക് കോർഡിനേറ്റ് ചെയ്തിട്ട് നല്ല രീതിയിൽ ഫിനാൻഷ്യൽ സിസ്റ്റത്തിനെ സ്ട്രെങ്തൻ ചെയ്യുന്നതിന് ആവശ്യം വരുന്നതായിട്ടുള്ള മെഷർമെന്റ് ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നും ഇല്ല എന്നുള്ളതാണ് ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റം ഫേസ് ചെയ്യുന്ന മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്രൈസിസ് എന്ന് പറയുന്നത്. ആൻഡ് നെക്സ്റ്റ് ക്രൈസിസ് ഈസ് ഡോമിനൻസ് ഓഫ് മോണോപ്പൊളീസ്. ഇന്ത്യൻ ഫിനാൻഷ്യൽ മാർക്കറ്റില് പ്രധാനമായിട്ട് രണ്ട് മോണോപ്പൊളീസ് ഓർഗനൈസേഷൻസ് ആണുള്ളത്. One is Life Insurance Corporation of India and the other one is the Unit Trust of India. ഒരുപാട് പ്രൈവറ്റ് ഇൻഷുറൻസ് ചെയ്യുന്നതായിട്ടുള്ള ഓർഗനൈസേഷൻസ് മാർക്കറ്റിൽ വന്നിട്ടുണ്ടെങ്കിലും LIC ആയിട്ട് കോമ്പീറ്റ് ചെയ്യാനും മാത്രം വളർന്നിട്ടുള്ള ഒരു സിറ്റുവേഷൻ അല്ല ബാക്കി വരുന്ന പ്രൈവറ്റ് ഓർഗനൈസേഷൻസിനുള്ളത്. ബജാജ് അലയൻസ്, അതേപോലെ തന്നെ SBI ലൈഫ് ഇൻഷുറൻസ്, ടാറ്റ AIG ലൈഫ് ഇൻഷുറൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പ്രൈവറ്റ് സെക്ടർ ഓർഗനൈസേഷൻസ് ഇൻഷുറൻസ് ബിസിനസിന് വേണ്ടിയിട്ട് നമ്മുടെ മാർക്കറ്റിൽ റീസെന്റ് വന്നിട്ടുണ്ടെങ്കിൽ പോലും LICയുടെ സ്ട്രെങ്ത്തിനനുസരിച്ച് അല്ലെങ്കിൽ LICയുടെ പവറിനനുസരിച്ച് ഈ പറയുന്ന ഓർഗനൈസേഷൻസിനൊന്നും തന്നെ കോമ്പീറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. മാനേജ്മെന്റ് കോമ്പീറ്റൻസി ആണെങ്കിലും ഫിനാൻഷ്യൽ കോമ്പീറ്റൻസി ആണെങ്കിലും ആളുകൾക്ക് അടുക്കുള്ള ട്രസ്റ്റ് ആൻഡ് കോൺഫിഡൻസ് ആണെങ്കിലും മറ്റ് സ്ഥാപനങ്ങൾക്കുള്ളതിനേക്കാൾ കൂടുതൽ വർഷങ്ങളായിട്ട് നിലനിൽക്കുന്ന ഈ ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യക്ക് ഉള്ളത് കൊണ്ട് അവര് ചെയ്യുന്നത് പോലെ സ്മൂത്ത് ആയിട്ട് ബിസിനസ് മറ്റുള്ള ഓർഗനൈസേഷൻസിന് ചെയ്യാനായിട്ട് സാധിക്കില്ല. പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, ഇന്ത്യയുടെ മിക്കവാറും എല്ലാ വികസന പദ്ധതികൾക്കും ആവശ്യം വരുന്നതായിട്ടുള്ള ഫിനാൻസിന്റെ നല്ലൊരു ശതമാനം കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് LIC ആണ്. അപ്പൊ ആ സ്ഥാനത്തേക്ക് വരാനായിട്ട് വേറൊരു ഓർഗനൈസേഷന് കഴിയാത്ത വിധം ഓരോ വർഷത്തിൽ LIC അതിന്റെ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് ഡെവലപ്പ് ചെയ്യുന്നത് കൊണ്ട് മാർക്കറ്റിൽ എന്നുണ്ട് മോണോപ്പൊളീസ് ആയിട്ട് നിൽക്കുന്നത് ഈ ഓർഗനൈസേഷനാണ്. ഇൻവെസ്റ്റ്മെന്റിന്റെ കാര്യത്തിലാണെങ്കിലും ലൈഫ് ഇൻഷുറൻസ് കവറേജിന്റെ കാര്യത്തിലാണെങ്കിലും ബാക്കി വരുന്ന ഓർഗനൈസേഷൻസിനെ ഔട്ട്ഷൈൻ ചെയ്യാൻ കഴിയുന്ന വിധത്തിലുള്ള ഫിനാൻഷ്യൽ ബേസ്, അതേപോലെ തന്നെ മാനേജ്മെന്റ് കോമ്പീറ്റൻസി, അതേപോലെ തന്നെ ട്രസ്റ്റ് ആൻഡ് കോൺഫിഡൻസ് എന്ന് പറയുന്നത് LICക്ക് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പൊ വേറൊരു സ്ഥാപനത്തിന് അതിന്റെ ആ ഒരു മുഖ്യധാരയിലേക്ക് വരാനായിട്ട് സാധിക്കുന്നില്ല എന്നുള്ളത് ഒരു ഡിഫക്റ്റ് ആണ്. ഇനി അതേപോലെ മ്യൂച്വൽ ഫണ്ട്
നമ്മൾ റിസ്ക് റെഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതായിട്ടുള്ള ഒരു സ്കീം എന്ന് പറയുന്നതാണ് മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത്. ഞാൻ മ്യൂച്വൽ ഫണ്ട് ഇന്ത്യയിൽ എത്ര മ്യൂച്വൽ ഫണ്ട് ഉണ്ടോ ഞാൻ മ്യൂച്വൽ ഫണ്ടിന്റെ ഏകദേശം 80% ബിസിനസ് എന്ന് പറയുന്നതും യൂണിറ്റ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ ആണ് അണ്ടർടേക്ക് ചെയ്യുന്നത്. അപ്പൊ വേറൊരു സ്ഥാപനം മാർക്കറ്റിൽ വന്നാലും ഇവരുടെ ഈ ഒരു മാനേജ്മെന്റ് കോമ്പീറ്റൻസിയുടെ ഇവരുടെ ഈ ഒരു ഫിനാൻഷ്യൽ സ്ട്രെങ്തിന്റെ ഇടയ്ക്ക് മറ്റ് സ്ഥാപനങ്ങൾക്ക് നിലനിന്നു പോകാനായിട്ട് സാധിക്കാത്തത് കൊണ്ട് ഇവരെന്നും മാർക്കറ്റിൽ മൊണോപ്പൊളീസ് ആയിട്ട് നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റം ഫേസ് ചെയ്യുന്ന മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്രൈസിസ് എന്ന് പറയുന്നത്. The next, the lack of integration of the segments in the financial market. ഫിനാൻഷ്യൽ മാർക്കറ്റിൽ നിലനിൽക്കുന്ന ഒരുപാട് സെഗ്മെന്റ്സ് ഉണ്ട്. നമ്മൾ പറഞ്ഞു മണി മാർക്കറ്റ്, ക്യാപിറ്റൽ മാർക്കറ്റ്, ബുള്ളിയൻ മാർക്കറ്റ് എന്നൊക്കെ പറയുന്ന ഒരുപാട് സെഗ്മെന്റ്സ് ഉണ്ട് നമ്മളുടെ ഫിനാൻഷ്യൽ മാർക്കറ്റ് എന്ന് പറയുന്നതിന്. ഷോർട്ട് ടേം ഫണ്ട് പ്രൊവൈഡ് ചെയ്യുന്ന മണി മാർക്കറ്റ്, ലോങ് ടേം ക്യാപിറ്റൽ പ്രൊവൈഡ് ചെയ്യുന്ന ക്യാപിറ്റൽ മാർക്കറ്റ്, ഗോൾഡ്, സിൽവർ തുടങ്ങിയിട്ടുള്ള മെറ്റൽസ് ആയിട്ട് ഡീൽ ചെയ്യുന്ന ബുള്ളിയൻ മാർക്കറ്റ് തുടങ്ങിയിട്ടുള്ള പല ഓർഗനൈസേഷൻസിന് പരസ്പരം കൂട്ടിയോജിപ്പിക്കാനായിട്ട് സാധിക്കുന്ന യാതൊരു വിധത്തിലുള്ള അറേഞ്ച്മെന്റ്സും ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റത്തില് ഇല്ല എന്നുള്ളത് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഡിഫക്റ്റ് ആണ്. മണി മാർക്കറ്റ് അതിന്റെ സൗകര്യത്തിനനുസരിച്ച് ഷോർട്ട് ടേം ഫണ്ടിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്നു. ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് പറയുന്നത് പ്രധാനമായിട്ട് ലോങ് ടേം ഫണ്ടിനാണെങ്കിലും ഇപ്പൊ ആളുകൾ ആവശ്യപ്പെടുന്നതായിട്ടുള്ള ഷോർട്ട് ടേം ഫണ്ടും മീഡിയം ടേം ഫണ്ടും ഒക്കെ കൊടുക്കുന്നത് കൊണ്ട് മണി മാർക്കറ്റും ക്യാപിറ്റൽ മാർക്കറ്റും തമ്മിൽ ഒരു കാരണവശാലും ഇന്റഗ്രേറ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അതേപോലെ ഇപ്പൊ നമുക്കറിയാം ഗോൾഡിന്റെ റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡേ ബൈ ഡേ ഇറ്റ് ഈസ് ഇൻക്രീസിങ്. ആളുകള് സ്വർണം വാങ്ങി വെക്കുന്നത് ഒരിക്കലും ആഡംബരത്തിന് വേണ്ടിയിട്ടല്ല, ഒരു ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ള രൂപത്തിലാണ്. ഇപ്പൊ ദിവസം വില കൂടുതലേ ഉള്ളൂ എന്ന് ഉറപ്പുള്ള ഒരേ ഒരു സാധനമാണ് ഇപ്പൊ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത്, അത് ഈ ഗോൾഡ് എന്ന് പറയുന്നത്. അപ്പൊ ഗോൾഡിലെ ഇൻവെസ്റ്റ്മെന്റ് ആളുകൾ കൂടുതൽ പ്രിഫർ ചെയ്യുന്നതിനനുസരിച്ച് മറ്റ് സെക്യൂരിറ്റീസിന്റെ ഡിമാൻഡ് എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക്കലി ഡിക്രീസ് ചെയ്യും. അപ്പൊ ആ മാർക്കറ്റും ബുള്ളിയൻ മാർക്കറ്റും തമ്മിൽ ഓട്ടോമാറ്റിക് ആയിട്ട് കോമ്പറ്റീഷൻ വരും. അപ്പൊ പല സെഗ്മെന്റ്സിനെ ഇന്റഗ്രേറ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ പല സെഗ്മെന്റ്സിനെ കോഓർഡിനേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു സംവിധാനം ഇന്ത്യൻ മണി മാർക്കറ്റിൽ ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റത്തിൽ ഇല്ല എന്നുള്ളതാണ് അതിന്റെ മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡിഫക്റ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈസ് ഡോമിനൻസ് ഓഫ് ദ ഡെവലപ്മെന്റ് ബാങ്ക്സ്. ഒരുപാട് സ്ഥാപനങ്ങൾ ഉണ്ടെങ്കിലും എപ്പോഴും ഫിനാൻഷ്യൽ സിസ്റ്റത്തിലെ ഡോമിനൻസ് എന്ന് പറയുന്നത് ഡെവലപ്മെന്റ് ബാങ്ക്സിന്. അപ്പൊ ഞാൻ പറഞ്ഞ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, അഗ്രികൾച്ചറൽ ഡെവലപ്മെന്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, ഇൻഡസ്ട്രിയൽ ക്രെഡിറ്റ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, ഡിപ്പോസിറ്റ് ഇൻഷുറൻസ് ആൻഡ് ക്രെഡിറ്റ് ഗ്യാരണ്ടി കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഒരുപാട് സ്ഥാപനങ്ങൾ ചില പ്രത്യേക ആക്ടുകൾ പാർലമെന്റിൽ പാസ്സാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ ഗവൺമെന്റ് രൂപീകരിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഈ സ്ഥാപനങ്ങൾക്കാണ് എപ്പോഴും ഫിനാൻഷ്യൽ സിസ്റ്റത്തിൽ ഡോമിനൻസ് വരുന്നത്. ഒരുപാട് ചെറിയ ഓർഗനൈസേഷൻസ് വന്നിട്ടുണ്ടെങ്കിലും ആ ഓർഗനൈസേഷൻസിനെ ഒന്നും തന്നെ ഈ പറയുന്ന ബാങ്കുകളുടെ മുഖ്യധാരയിലേക്ക് ഇന്റഗ്രേറ്റ് ചെയ്യുന്നതിനുള്ള ഒരു സംവിധാനം ഈ ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റത്തിലില്ല. നമുക്കറിയാം ഗവൺമെന്റ്, സെൻട്രൽ ഗവൺമെന്റ് ആണെങ്കിലും സ്റ്റേറ്റ് ഗവൺമെന്റ് ആണെങ്കിലും ഒരുപാട് സ്വയം തൊഴിൽ കണ്ടെത്താനായിട്ട് ആഗ്രഹിക്കുന്ന എന്റർപ്രണേഴ്സിനെ പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഫണ്ട് കൊടുക്കുന്നുണ്ട്. പക്ഷെ അങ്ങനെ ഫണ്ട് കൊടുക്കുന്ന ഓർഗനൈസേഷൻസ് ഒന്നും തന്നെ ഈ പറയുന്ന ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റത്തിന്റെ മുഖ്യധാരയിൽ എടുത്തു പറയുന്ന ഓർഗനൈസേഷൻസ് ആവാൻ വേണ്ടിയിട്ടുള്ള യാതൊരു വിധത്തിലുള്ള എഫർട്ട് എന്ന് പറയുന്നതും സെൻട്രൽ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നോ ഇല്ല. അപ്പൊ ചെറിയ ഓർഗനൈസേഷൻസിനെ നെഗ്ലക്ട് ചെയ്യുകയും ഡെവലപ്മെന്റ് ബാങ്ക്സ് എന്ന് പറഞ്ഞിട്ട് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ള ഏതാനും ചില ഓർഗനൈസേഷൻസിന് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് കൊണ്ട് ഫണ്ട് പല രൂപത്തിൽ വരുന്നുണ്ടെങ്കിലും അതിന്റെ ഡോമിനൻസ് എല്ലായ്പ്പോഴും കിട്ടുന്നത് ഇതേപോലെയുള്ള മേജർ ഓർഗനൈസേഷൻസിന് മാത്രമാണ് എന്നുള്ളത് ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റത്തിന്റെ മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡ്രോബാക്ക് ആണ്. ഇനി നെക്സ്റ്റ് പറയുന്ന ഡോമിനൻസ് ഓഫ് പബ്ലിക് സെക്ടർ ഓർഗനൈസേഷൻസ്. നമ്മളുടെയൊക്കെ കാര്യം അങ്ങനെയാണ്. നമ്മള് ജോലി എന്ന് പറയുന്നത് നമ്മൾ പ്രിഫർ ചെയ്യുന്നത് ഗവൺമെന്റ് ജോലിയാണ്. എല്ലാ കാര്യത്തിലും നമുക്ക് ഒരു മേധാവിത്വം അല്ലെങ്കിൽ കൂടുതൽ
താല്പര്യം എന്ന് പറയുന്നത് പബ്ലിക് സെക്ടറിനോടാണ്. പ്രൈവറ്റ് സെക്ടറിന് പബ്ലിക് സെക്ടറിനേക്കാൾ കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടെങ്കിലും മനുഷ്യന്റെ മനസ്സിലുള്ള ഒരു തോന്നല് എന്ന് പറയുന്നത് വി ആർ സെക്യൂർഡ് ഓൺലി ഇൻ കേസ് ഓഫ് പബ്ലിക് സെക്ടർ. ഗവൺമെന്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന മേഖലകളിൽ മാത്രമേ നമ്മൾ സെക്യൂർഡ് ആയിട്ടുള്ളൂ എന്നുള്ള ഒരു തോന്നലുള്ളത് കൊണ്ട് വളരെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള പ്രൈവറ്റ് സെക്ടർ ഓർഗനൈസേഷൻസ് വന്നാലും ആ ഓർഗനൈസേഷൻസിന് ദീർഘകാലം നിലനിൽക്കാനായിട്ട് സാധിക്കുന്നില്ല എന്നുള്ളത് ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റം ഫേസ് ചെയ്യുന്ന മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്രൈസിസ് ആണ്. വളരെ റെപ്യൂട്ടഡ് ആയിട്ട് വിദേശ രാജ്യങ്ങളിലൊക്കെ ഫംഗ്ഷൻ ചെയ്യുന്ന ഒരു ഓർഗനൈസേഷൻ ആണെങ്കിൽ പോലും ഇന്ത്യയിൽ അതിന്റെ നിലനിൽപ്പ് എന്ന് പറയുന്നത് താരതമ്യേന കുറച്ച് മാത്രമേ. ഇപ്പൊ കുറച്ചൊക്കെ സിറ്റുവേഷൻസ് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ കോവിഡ് പോലെയുള്ള മഹാമാരികൾ വന്നപ്പോ വർക്ക് അറ്റ് ഹോം എന്ന് പറഞ്ഞിട്ട് പല ഓർഗനൈസേഷൻസും പ്രോജക്റ്റുകൾ ആളുകൾക്ക് കൊടുത്തിട്ട് വീട്ടിലിരുന്നിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഗവൺമെന്റ് സെക്ടറിനേക്കാൾ കൂടുതൽ പ്രൈവറ്റ് സെക്ടറിന് തൊഴിലവസരങ്ങൾ പ്രദാനം ചെയ്യാനും ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്യാനും ഒക്കെ സൗകര്യങ്ങൾ ഉണ്ടെങ്കിൽ പോലും ആളുകളുടെ ഇന്നർ മൈൻഡ് എന്ന് പറയുന്നത് ദേ ആർ സെക്യൂർഡ് ഓൺലി ഇൻ കേസ് ഓഫ് ദ പബ്ലിക് സെക്ടർ ഓർഗനൈസേഷൻസ്. ആ ഒരു ഫീലിംഗ് ഉള്ളത് കൊണ്ട് റെപ്യൂട്ടഡ് ആയിട്ടുള്ള പല ഓർഗനൈസേഷൻസിനും നിലനിൽക്കാനായിട്ട് സാധിക്കുന്നില്ല എന്നുള്ളത് ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റത്തിന്റെ മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡിഫക്റ്റ് ആണ്. ആൻഡ് നെക്സ്റ്റ് ഈസ് മാർക്കറ്റ് ഇറഗുലാരിറ്റീസ്. ഞാൻ പറഞ്ഞു ദർ ഈസ് പ്രൈവറ്റ് സെക്ടർ ആസ് വെൽ ആസ് ദി പബ്ലിക് സെക്ടർ. ഇന്ത്യയുടെ മാർക്കറ്റ് സിസ്റ്റം എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ മാർക്കറ്റ് സിസ്റ്റം എന്ന് പറയുന്നത് ഓർഗനൈസ്ഡ് സെക്ടർ ഉണ്ട്, അൺഓർഗനൈസ്ഡ് സെക്ടർ ഉണ്ട്. ഓർഗനൈസ്ഡ് സെക്ടറിനെ എല്ലായ്പ്പോഴും ഗവൺമെന്റ് ഡയറക്റ്റ് ആയിട്ട് കൺട്രോൾ ചെയ്യുന്നു. അതേസമയത്ത് അൺഓർഗനൈസ്ഡ് സെക്ടർ ആർ കൺട്രോൾഡ് ഇൻഡയറക്ട്ലി ഓൺലി ബൈ ദ ഗവൺമെന്റ് ത്രൂ ദി റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. അപ്പൊ മാർക്കറ്റ് ഇറഗുലാരിറ്റീസ് എന്ന് പറയുന്നത് ഇന്ത്യൻ ഫിനാൻഷ്യൽ മാർക്കറ്റിൽ നിലനിൽക്കുന്നുണ്ട്. കാരണം പബ്ലിക് സെക്ടറിന് അല്ലെങ്കിൽ ഗവൺമെന്റ് നേരിട്ട് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതായിട്ടുള്ള ഓർഗനൈസേഷൻസില് ഗവൺമെന്റ് അമിതമായിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കൊണ്ടുവരികയും അത് കാരണം പലപ്പോഴും അവരുടെ കൈവശം ഇരിക്കുന്നതായിട്ടുള്ള ഫണ്ട് തോന്നിയ രൂപത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കാത്ത ഒരു ഓപ്പർച്യൂണിറ്റി വരും. അതേ സമയത്ത് പ്രൈവറ്റ് സെക്ടർ ഓർഗനൈസേഷൻസിനാണെങ്കിൽ ഇത്തരത്തിലുള്ള ഡയറക്റ്റ് കൺട്രോൾ ഗവൺമെന്റിൽ നിന്നില്ലാത്തത് കൊണ്ട് അവരുടെ മാനേജ്മെന്റ് എന്താണോ ഡിസൈഡ് ചെയ്യുന്നത് ആ ഡിസൈഡ് ചെയ്യുന്നതിനനുസരിച്ച് ജനറേറ്റ് ചെയ്യുന്ന ഫണ്ട് ഫിനാൻഷ്യൽ മാർക്കറ്റിലേക്ക് ഇൻജക്ട് ചെയ്യാനായിട്ട് അവർക്ക് കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് കിട്ടും. അപ്പൊ ഫണ്ട് പല സ്ഥലത്തു നിന്ന് മൊബിലൈസ് ചെയ്യാനും മൊബിലൈസ് ചെയ്തിട്ടുള്ള ഈ ഫണ്ട് പബ്ലിക് സെക്ടറിനേക്കാൾ സ്പീഡായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാനും പ്രൈവറ്റ് സെക്ടർ ഓർഗനൈസേഷൻസിന് ഓപ്പർച്യൂണിറ്റി കിട്ടുമ്പോൾ പബ്ലിക് സെക്ടർ ഓർഗനൈസേഷൻസ് ഓട്ടോമാറ്റിക് ആയിട്ട് അവരുടെ ഇൻവെസ്റ്റ്മെന്റിൽ പുറകിലായി പോകും. അപ്പൊ മാർക്കറ്റിൽ ഉണ്ടാകുന്ന ഇത്തരത്തിലുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസിന്റെ ഇറഗുലാരിറ്റീസ് അല്ലെങ്കിൽ മൾട്ടിപ്ലിസിറ്റി ഓഫ് ദി റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, പ്രൈവറ്റ് സെക്ടറിന് ഒരു നിയമം, പബ്ലിക് സെക്ടറിന് വേറൊരു നിയമം, കോഓപ്പറേറ്റീവ് ബാങ്ക്സിനാണെങ്കിൽ വേറെ നിയമം, ഫോറിൻ എക്സ്ചേഞ്ച് ബാങ്ക്സിനാണെങ്കിൽ പിന്നൊരു നിയമം, ഇങ്ങനെ പല നിയമങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള ഓർഗനൈസേഷൻസ് ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റത്തിൽ വർക്ക് ചെയ്യുന്നത് കൊണ്ട് ഈ ഓർഗനൈസേഷൻസിനെ എല്ലാം കൂടി കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഇന്റഗ്രേറ്റ് ചെയ്തുകൊണ്ട് ഫംഗ്ഷൻ ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റം ഫേസ് ചെയ്യുന്ന മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്രൈസിസ് എന്ന് പറയുന്നത്. അപ്പൊ പറഞ്ഞത് ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റത്തിൽ പ്രൈവറ്റ് സെക്ടറിലും പബ്ലിക് സെക്ടറിലും ഒക്കെയുള്ള ഒരുപാട് ഓർഗനൈസേഷൻസ് ഉണ്ടെങ്കിലും ചില ഓർഗനൈസേഷൻസിന്റെ മൊണോപ്പൊളിയും അതേപോലെ ഗവൺമെന്റിന്റെ പല വിധത്തിലുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസും കാരണം ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റം എന്ന് പറയുന്നത് ഡെവലപ്ഡ് കൺട്രീസിൽ കാണുന്നത് പോലെയുള്ള ഒരു ഡെവലപ്ഡ് ഫിനാൻഷ്യൽ സിസ്റ്റം ആയിട്ട് ഇപ്പോഴും ഫംഗ്ഷൻ ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. അതാണ് ഡിഫക്ട്സ് ഓഫ് ദ ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റം. ഒരു ചാപ്റ്റർ കഴിഞ്ഞിട്ടുണ്ട്, അടുത്ത ചാപ്റ്റർ നാളെ. ഓക്കെ.